നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു കിട്ടാൻ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ റൂട്ട് നന്നായിട്ട് പിടിച്ചു കിട്ടാനായിട്ട് നമ്മൾ റൂട്ടിംഗ് ഹോർമോൺസിന്റെ സഹായം തേടാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ റൂട്ടിംഗ് ഹോർമോണാണ്. ആദ്യത്തെ ഞാൻ തേനാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത്. ഇത് രണ്ടാമത്തെ റൂട്ടിംഗ് ഹോർമോണാണ്, അതായത് കറുവപ്പട്ട, സിനമൻ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വെൽക്കം ടു ഓർക്കിഡ് വില്ല. ഞാൻ മാക്സി ജൂഡ്. കറുവപ്പട്ട നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന് ഒരു റോള് മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്. അതായത് നമ്മുടെ പ്ലാന്റിൽ പ്രാണികൾ വരാതിരിക്കാനായിട്ടും ഇൻഫെക്ഷൻസ് ഒക്കെ വരാതിരിക്കാനായിട്ടും വൂണ്ടൊക്കെ ഉണക്കാനും അങ്ങനെ പല പ്രയോജനങ്ങൾ നമുക്ക് കറുവപ്പട്ട കൊണ്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് റൂട്ടിംഗ് ഹോർമോൺ എന്നുള്ള രീതിയിലാണ്. നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിൽ വേര് വളർന്നു കിട്ടാൻ വേണ്ടി, കൂടുതലായിട്ട് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടല്ല ഉപയോഗിക്കേണ്ടത്. ഞാനിതൊന്ന് പൊടിച്ചിട്ട് വരാം. പൊടിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കറുവപ്പട്ട നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കൂടി നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മുടെ റൂട്ടിംഗ് ഹോർമോൺ തയ്യാറാക്കാൻ പോവുകയാണേ. നമ്മൾ കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. നമ്മുടെ അളവ് സ്പൂണ് ഇതാണ്. അപ്പോൾ ഇത് ഒരു സ്പൂൺ നിറച്ച് ഞാൻ എടുക്കുവാണേ. എന്നിട്ട് ഈ ഗ്ലാസ്സിലേക്ക് ഇടുകയാണ്. നമ്മൾ ഇത് ചൂടുവെള്ളമാണ് ഇട്ട് എടുക്കുന്നത്. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തണുത്ത വെള്ളമല്ല, ചൂടുവെള്ളം എടുക്കണം കേട്ടോ. ചൂടുവെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചൂടുവെള്ളമായതുകൊണ്ട് നമ്മൾ ഒന്ന് കുറച്ച് നേരം ഇതൊന്ന് മൂടി വെച്ച്, അതായത് 1 മണിക്കൂറത്തേക്ക് ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വിടുക. ഞാൻ കറുവപ്പട്ടയിൽ ചൂടുവെള്ളം ഉപയോഗിച്ചത് അതിൻ്റെ ഗുണങ്ങളെല്ലാം പെട്ടെന്ന് നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയാണ് ഞാനത് അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് തണുത്ത വെള്ളം ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. അത് ഉപയോഗിക്കണമെങ്കിൽ രാത്രിയിൽ തന്നെ നമ്മൾ ഇതിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ പട്ടയിലുള്ള ഗുണങ്ങളെല്ലാം നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടത്തുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ കറുവപ്പട്ട വെള്ളം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് തരികളുണ്ട്. ഇതൊന്ന് അരിച്ചുപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ സ്പ്രെയർ കംപ്ലൈൻ്റ് ആവും. ഞാനപ്പോൾ ഇതൊന്ന് അരിച്ചിട്ട് വരാം. കറുവപ്പട്ട വെച്ചുള്ള നമ്മുടെ റൂട്ടിംഗ് ഹോർമോൺ തയ്യാറായി കഴിഞ്ഞു. ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരിച്ചെടുക്കുക. നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന് മാത്രമല്ല റൂട്ട് വരാനായിട്ട് ഈ റൂട്ടിംഗ് ഹോർമോൺ സഹായിക്കുന്നത്. മറ്റുള്ള പ്ലാന്റ്സിന്, അതായത് മണ്ണിൽ നടുന്ന എല്ലാ പ്ലാന്റ്സിനും റൂട്ട് വരാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ്. പിന്നീട് മണ്ണിൽ നടുന്ന ബോഗൺവില്ല, ഇതിൻ്റെ അതുണ്ടോ, ഇതുപോലെ കട്ടിങ്സ് ഉണ്ടോ, ഇതുപോലുള്ള കട്ടിങ്സുകൾ നമ്മൾ ഇതുപോലെ ഇറക്കി വെക്കുക. ഈ വെള്ളം ഡൈലൂട്ട് ചെയ്തിട്ടില്ല. ഡൈലൂട്ട് ചെയ്യാത്ത വെള്ളത്തിലേക്കാണ് നമ്മൾ ഇങ്ങനെ ഇറക്കി വെക്കേണ്ടത്. ഈ കട്ടിങ്സ് ഇതുപോലെ ഇറക്കി ഒരു ദിവസം ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് നമ്മളിത് ഏത് കട്ടിങ്ങും ആകട്ടോ, റോസിൻ്റെയോ ഏത് പ്ലാന്റിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്ത കട്ടിങ്സ് നമ്മളിങ്ങനെ വെച്ചിട്ട് ഒരു ദിവസം വെച്ച ശേഷം നമ്മളിത് മണ്ണിലേക്ക് നട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്രോത്തായി കിട്ടുകയും വേരൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുകയൊക്കെ ചെയ്യും. കട്ടിങ്സിന് വേര് പിടിച്ചു കിട്ടാനായിട്ട് നമ്മൾ ഡൈലൂട്ട് ചെയ്യാതെ അരിച്ചെടുത്ത വെള്ളത്തിലാണ് നമ്മൾ കട്ടിങ്സ് ഇങ്ങനെ വെക്കുന്നത്. പക്ഷെ കട്ടിങ്സ് അങ്ങനെ വെക്കാം. പക്ഷെ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെയല്ല. ഇത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഡൈലൂട്ട് ചെയ്ത ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഡൈലൂട്ട് ചെയ്യാതെ നമ്മൾ പ്ലാന്റിൽ സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. കഴിഞ്ഞ റൂട്ടിംഗ് ഹോർമോണിൽ ഞാൻ പറഞ്ഞിരുന്നു, അതായത് തേനായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലീഫിലൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കരുതെന്ന് പറഞ്ഞു വെച്ചത്. പക്ഷേ നമ്മുടെ ഈ റൂട്ടിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് ഒരു ഓൾ റൗണ്ടറാണ്. അതായത് പ്രാണികൾ വരാതിരിക്കാനും ഇൻഫെക്ഷനൊക്കെ ഇല്ലാതെ, അതായത് പെസ്റ്റിസൈഡ്, ഇൻസെക്ടിസൈഡ്, പിന്നീട് മുറിവൊക്കെ ഉണക്കാനായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ലീഫ് കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതും. അപ്പോൾ അതിനെല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റൂട്ടിംഗ് ഹോർമോണാണ് ഇത്.
അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് നമ്മുടെ പ്ലാന്റിൽ സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കാം. ലീഫിലും സ്റ്റെമ്മിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ മണ്ണിലൊക്കെ നട്ടിരിക്കുന്ന ചെടികളുണ്ടല്ലോ, അതിനൊക്കെയും നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുകയും വേരൊക്കെ വളർന്ന് കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റൂട്ടിംഗ് ഹോർമോൺ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ നിർത്തുവാണേ. ഓക്കെ, താങ്ക് യു.